എടുത്ത് എടി നിനക്ക് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ രാവിലെ എവിടെ പോകുന്നു? ഇല്ല ചേച്ചി, എന്റെ ഫ്രണ്ട്സിലെല്ലാം രാവിലെ വരും. പിന്നെ ഞാനും പോവാന്ന് വിചാരിച്ചു. അമ്മേ ഇവക്ക് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ, അവള് രാവിലെ അവിടെ കളിക്കാനാണ് പോണമ്മേ. ആണോടി, നീ കളിക്കാനാണ് പോണത്? ഇല്ല അമ്മേ, സത്യമായിട്ട് അവള് പഠിക്കാനാണ് അമ്മേ പോണത്. ചുമ്മാ അമ്മേ, ടീച്ചർ ഇന്നലെ അനൗൺസ്മെന്റ് ചെയ്തു ഉച്ചയ്ക്കുള്ള പിള്ളേർ ഉച്ചയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മേ നമ്മുടെ ടീച്ചർ പറഞ്ഞമ്മേ രാവിലെ വരുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അമ്മേ നീ എസ്എസ് ആണ്. അപ്പൊ ഓക്കെ ബൈ ബൈ. ആ ശരി ശരി അമ്മേ, പോണേ ബൈ. ഓക്കെ മക്കളെ. എടി ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ സൂപ്പർ ആയിരുന്നെടി. ഞാൻ വേറെ ക്ലാസ്സിലായി പോയി. നിങ്ങളുടെ അടുത്ത് കോപ്പി ആയിരുന്നോ? അടിപൊളിയായിരുന്നെടി. ടീച്ചർ അപ്പോഴപ്പോഴും ഇറങ്ങി പോകും. നമ്മൾ സൂപ്പർ ആയിട്ട് എഴുതി. ഞാനിവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ വരാനുള്ളതായിരുന്നു. ഇന്ന് ചിത്ര നേരത്തെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അവൾ എന്റെ അടുത്ത് പറഞ്ഞു രാവിലെ വരുമെന്ന് പറഞ്ഞു. ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. എടി നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരൊന്നും വന്നില്ലേ? ഓ വന്നടി, എല്ലാവരും നമ്മുടെ പഴയ ക്ലാസ്സിൽ പോയി ഇരിപ്പുണ്ടല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ചിത്രേ ഒന്ന് നിന്നേ. എന്താ ചേച്ചി? വൈകുന്നേരം എക്സാം കഴിഞ്ഞ് ഞാൻ മരത്തിന്റെ മുട്ടി നിന്നാ മതി, അങ്ങോട്ട് വരാം കേട്ടോ. ആ ശരി. അവിടെ കളിക്കുന്ന പടി വെച്ച് രണ്ട് അക്ഷരം. ഓ നമ്മൾ പഠിച്ചോളാം. ആ ഫ്രണ്ട്സിൽ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും കളിക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നല്ലേ? കളിക്കാനോ? എന്താ ചേച്ചി, നമ്മൾ ഒന്നും പഠിച്ചിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കേ. പഠിക്കുന്നതിനുള്ള ഇവ കൂടെ രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കണേ. ഓ എന്റെ ആരും ഞാൻ നോക്കിക്കോളാം. ചേച്ചി പോയി പഠിക്കാൻ നോക്ക്. ആ പഠിപ്പിച്ചെല്ലാം വന്നല്ലോ. എടി ചിത്രേ, നീ വല്ലതും പഠിച്ചത് എസ്എസ് അല്ലേ? എന്തിനു പഠിക്കണം? നമ്മുടെ ക്ലാസ്സിൽ ഒരു ബുജ്ജിക്കണ്ണ ഉണ്ടല്ലോ. ഞാനാണോ ബുജ്ജിക്കണ്ണേ? അതേടാ നീ തന്നെ. നമുക്ക് പാട്ട് പാടി കളിക്കാടാ. ഓക്കെ നമ്മൾ റെഡി. എടി അപ്പുറത്തെ ക്ലാസ്സിലെ എക്സാം നടക്കുക. ഇവിടെ ബഹളം ഉണ്ടാക്കി ടീച്ചർ നമ്മളെ കടിച്ച് പുറത്താക്കും കേട്ടാ. ഒന്ന് പോടി പെണ്ണേ, നീ കളിക്കണ്ടപ്പോ. അല്ല നമുക്ക് ബഹളം ഉണ്ടാക്കാതെ കളിക്കാന്ന് പറയായിരുന്നു. ഇപ്പൊ വന്നതേ ഉള്ളടി. അയ്യോ സാറ്. ആരും ബഹളം വയ്ക്കരുത്. ഉച്ചയ്ക്ക് പരീക്ഷയുള്ള പിള്ളേര് ക്ലാസ്സിലിരുന്ന് പഠിക്കുക. അപ്പത്തെ ക്ലാസ്സിലേക്ക് എക്സാം നടക്കുന്നു അറിയാമല്ലോ. അറിയാം സാർ. സാർ പോയാ? നമുക്ക് എന്തെങ്കിലും കളിക്കാടേ? എടി നമുക്ക് അന്താക്ഷരി കളിക്കാടി. എടി രുക്കു, നീ എന്താ കാണിക്കുന്നത്? ടീച്ചറെ ചെയ്യിക്കാനിരിക്കുന്നോ? ഓ ടീച്ചർ വരുമ്പോ ഞാൻ മാറി കൊടുക്കാടി. എന്റെ ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിലെ നല്ല കൂട്ടുകാരാ, മാത്സ് ബുക്കിലെ ലാസ്റ്റ് പേജിലെ ലെറ്റർ ഒന്ന് തരുമോ? ലവ് ലെറ്റർ ഒന്ന് തരുമോ? അടിപൊളി സാഗടി. കണ്ണ നിന്റെ അടുത്താണോ അവള് പാടിയത്? പോടി പെണ്ണെ. നമുക്ക് അന്താക്ഷരി കളിക്കാടി. അന്താക്ഷരി വേണ്ടി നമുക്ക് ഇന്ന് ഫണ്ണി പാട്ടുള്ള പാടാടി. ഇത് ഈ പാടാ അടുത്ത പാട്ട്. വയസ്സായ തന്റെ നിൻ ചുണ്ടിലെന്റെ കരിഞ്ഞുണങ്ങിയ വീടി കുറ്റിയോ. എന്റെ അമ്മ ഇവ ഈ പാട്ടൊക്കെ എവിടെ തൊപ്പിക്കുന്നു? അടിപൊളി പാട്ടാടാ. പാട്ടടാ. കയ്യിൽ ഇനി അടിപൊളി പാട്ടുണ്ട്, വേണമെങ്കിൽ പാട്ട് കേൾപ്പിക്കാം. അയ്യോ കുടവെള്ളപ്പൂവും തൊഴുകയാ വിരിയണ മലനാട്. പാട്ട് പിള്ളേരെ എന്ത് നോയിക്കൊണ്ടിരിക്കുന്നത്? ടീച്ചറാ ഇന്നൊക്കെ രണ്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. അല്ലടി അവിടെ ടീച്ചറിന്റെ കസേരയിൽ കയറി ഇരിക്കുന്നത്. എന്റെ അമ്മ ഇവളെ എങ്ങനെ വിളിക്കട്ടെ? പാത്തു എന്താ അവിടെ ഡിസ്കോ കാണിക്കുന്നത്? അടിപൊളി പാട്ടായിരുന്നടി. ദൈവമേ ഇവക്ക് നല്ല അടിപൊളിയായിട്ട് നടി കിട്ടും. പെണ്ണെ അവളെ ഡിസ്കോ ആണെങ്കിൽ ഇവിടെ ഒന്ന് ഡിസ്കോ ആണെങ്കിൽ ഇവളെ കാര്യം പോക്കാം. എടി നമുക്ക് സീറ്റിൽ പോയി ഇരിക്കാം. നിങ്ങൾ എന്താ കുന്ത പിഴിഞ്ഞാണൊക്കെ നിൽക്കുന്നത്? കണ്ണ ഒരു പാട്ട് പാടടാ. എനിക്ക് ഞാൻ തന്നെ ഒരു ഫണ്ണി പാട്ട് പാടാടാ. എനിക്ക് നിന്നാലേ ഒരു ഉഷാറ് കിട്ടും. പപ്പടം ആ പപ്പടം, കണ്ണുള്ള പപ്പടം, കവളുള്ള പപ്പടം. അയ്യോ ടീച്ചർ ഇവിടെ എന്തോന്ന് വെച്ചേ? ആന വേളയാ? അയ്യോ സോറി ടീച്ചർ. അപ്പുറത്തെ ക്ലാസ്സിൽ എക്സാം നടക്കുന്നു, ഇവിടെ കിടന്ന് ഗാനമേള നടത്തുന്നത്. രക്ഷ പഠിക്കാം. ടീച്ചറിന്റെ ചെറിയ ചെറിയ പറഞ്ഞു. അയ്യോ സോറി ടീച്ചറെ, ഇനി അങ്ങനെ ചെയ്യൂല ടീച്ചറെ. എസ്എസിന്റെ പരീക്ഷ തന്നെ എന്തെങ്കിലും വെച്ച് പഠിക്കണമെന്ന് അറിയാമോ? ഇഷ്ടംമാരെ ഒരു വാക്കിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ. എല്ലാരും നല്ല പഠിപ്പിച്ചിരിക്കല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കാം. പെട്ടു. ഞാനൊരു കുന്തോ പഠിച്ചിട്ടില്ല. നമ്മളിവിടെ പഠിച്ച് പാസ്സായി ഇരിക്കുകയല്ലേ. എസ്എസിന്റെ ടെസ്റ്റ് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കു തന്നെ പറ. ഗാന്ധിജിയെ കുറിച്ച് 5 വാക്ക് എഴുതുക. ഗാന്ധിജി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. 5 പോയിന്റ് പറയണം, പെട്ടെന്ന് പറ അങ്ങോട്ട്. അടുത്തത് 1874 ഒക്ടോബർ 2 ഗാന്ധിജിക്ക് 5 വയസ്സായി. 1879 ഒക്ടോബർ 2 ഗാന്ധിജിക്ക് 10 വയസ്സ് തികഞ്ഞു. എന്താണോ എനിക്ക് ഗാന്ധിജിയുടെ ബർത്ത്ഡേ മാത്രമേ അറിയാത്തുള്ളൂ? എന്തോന്ന് പാട്ട് പാടിയിട്ടാണ് പഠിച്ചോണ്ടിരിക്കുന്നത്? അക്ഷരം പഠിക്കൂല. രാവിലെ ഒരുങ്ങി കെട്ടിങ്ങ് വരും 10 കിലോ മേക്കപ്പ് ഇട്ടോണ്ട്.
പാത്തുവിനെ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ ചിരി. പാത്തു സ്റ്റാൻഡ് അപ്പ്. ടീച്ചർ ഈ മത്സരത്തിന് കൊണ്ടിരുത്താം കേട്ടോ നിന്നെ. ജാലിയൻ വാല ബാഗിനെ കുറിച്ച് വിശദീകരിക്കുക. പഠിച്ചോനി ഞാനിപ്പോ എന്താണ് പറയണത്? ടീച്ചറെ അങ്ങനത്തെ ബാഗ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്ന പിള്ളേര് ചിരി കൊടുക്കാൻ എണീറ്റാണ്. വിശദീകരിക്കൂ. ജാലിയൻ വാല ബാഗിനെ കുറിച്ച് പറ. ജാലിയൻ വാല ബാഗ് ടീച്ചർ, ജാലിയൻ വാല ബാഗ് സ്കൂബിയുടെ ബാഗിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഷട്ട് അപ്പ് യുവർ മൗത്ത്. അക്ഷരം പഠിക്കൂല. രാവിലെ കുറെ മേക്കപ്പ് ഇട്ട് കുറെ ഫുഡ് മാറി കെട്ടിക്കൊണ്ടിങ്ങ് വരും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. ഏഷ്യൻ ഷോ ആണെന്നുള്ള വിചാരം പിള്ളേരാ. എല്ലാവരും ബുക്ക് എടുത്ത് തറ ഇറങ്ങിയിരി. ഇവിടെ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയാൽ കേട്ടല്ല. തറ ഇറങ്ങി എല്ലാവരും. പഠിക്കാതെ ഒറ്റയാണ് പരീക്ഷയ്ക്ക് പൊയ്ക്കോ വരുന്നത്. അവളുടെ ഒരു ഗാനമേള, അവരൊരു ഗാനമേള കൊണ്ടുവന്നിട്ട് വിഷയമായത്. പിന്നെ ഞാൻ മാത്രമേ പാടുള്ളൂ, നിങ്ങൾ ആരും പാടിയില്ലല്ലോ. ഇരുന്നിരുന്ന് നല്ല ഉറക്കവും വരണം. നീ അവിടെ തുറക്കി കണ്ണടി ടീച്ചർ ഇപ്പൊ വരും.